റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക എന്ന് പറയുന്ന ദേശത്ത് നിന്ന് അവിടെ നിൽക്കാൻ അനുവദിക്കാതെ, തന്റെ ആശയം പ്രചരിപ്പിക്കാൻ അനുവദിക്കാതെ ആ നാട്ടിൽ നിന്ന് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നപ്പോ ഈ നാട്ടിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് സമാധാനം തേടി 400 കിലോമീറ്റർ അകലെ യസ്രിബിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. അവിടെ ചെന്ന് സമാധാനത്തോടെ ജീവിച്ചു. അവിടെ മസ്ജിദ് ഉണ്ടാക്കി, മദ്രസയുണ്ടാക്കി, കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കി, ഭവന നിർമ്മാണത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചു, അതിന് പ്രത്യേകമായ വ്യവസ്ഥകൾ കൊണ്ടുവന്നു, വേസ്റ്റുകൾ മാനേജ് ചെയ്യാൻ ആ സമൂഹത്തെ പഠിപ്പിച്ചു. സുന്ദരമായ ഒരു രാജ്യം മദീന കെട്ടിപ്പടുത്തപ്പോൾ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയത് മദീനയിലെ ജൂതന്മാരായിരുന്നു, ക്രിസ്ത്യാനികളായിരുന്നു. ഒരു സ്വതന്ത്ര രാജ്യമായി ഇത് പ്രഖ്യാപിക്കണം, തങ്ങൾ ഇവിടുത്തെ ഭരണാധികാരിയാകണം എന്നവിടുത്തെ ജനങ്ങൾ